ഹായ് ഗായ്സ്, ചെറിയൊരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഈ വൈകിട്ട് എങ്ങോട്ടാ പോണേന്നല്ലേ? ഈ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ജുവലിന് ചെറിയൊരു സ്കിൻ റാഷസ്, പിന്നെ പോരാത്തതിന് 1-2 പരിപാടി കൂടി ഉണ്ടേ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജുവലിനെ നേരെ അമ്മയടുത്തോട്ടാക്കി. കാരണം ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവള് ഹോസ്പിറ്റലിൽ കാണിച്ച് ഫ്രീ ആവും. അങ്ങനെ ഇച്ചായൻ പറഞ്ഞു, പൊന്നു നമുക്കൊരു കോഫി കുടിക്കാമെന്ന്. അങ്ങനെ ബീച്ച് റോഡുള്ള ചായ കമ്പനി എന്ന് പറയുന്ന ഒരു കടയിൽ കയറി. ഞാൻ ഹോർലിക്സ് ആണ് കുടിച്ചത്. അപ്പോൾ ഇച്ചായൻ എനിക്ക് വേണ്ടിയിട്ട് കാടമുട്ട നല്ല മസാലയൊക്കെ പുരട്ടിയത് കൊണ്ടുവന്ന് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പ്ലേറ്റ് മേടിച്ച് പിന്നെ എനിക്ക് മേടിച്ചുകൊണ്ട് വന്ന് തന്ന്. അങ്ങനെ ഏതനും ഇച്ചായനും ഞാനോടി കഴിച്ചപ്പോഴത്തേക്ക് ഏതൻ എന്തായാലും അത് നല്ലപോലെ ഇഷ്ടപ്പെട്ട്. അവൻ പിന്നെയും പപ്പ വേണം വേണമെന്നും പറഞ്ഞ് ചോദിച്ച് മേടിച്ച് പുള്ളിക്കാരൻ കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല, പക്ഷെ അവൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവൻ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും, പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങുകയും ചെയ്യും. അതാണ് ഏതൻ. അങ്ങനെ ഞങ്ങൾ നേരെ വരുന്നത് പിന്നെ ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിലേക്കാണ്. അവിടെ എന്തിനാ പോണേന്നറിയാമോ? ജുവലിൻ്റെ ബാഗ് തയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷോപ്പിനകത്തോട് കയറി. അകത്താണ് നമ്മുടെ ചെരുപ്പും ബാഗും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം. അങ്ങനെ അവിടെ ജുവലിൻ്റെ ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ജുവലിനെ പിക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് എങ്ങനെ എത്തിയപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആളും തിരക്കധികം ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ജുവലിന് ക്രീം ബൺ വേണം. അങ്ങനെ ഈ കടയിൽ കയറിയപ്പോൾ ഈ അമ്മമ്മ പറഞ്ഞ്, മോളെ എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല, മോളെ അതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ജുവലിനും കൊടുത്ത് ഏതിന് പപ്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വീറ്റ് പപ്സും എടുത്ത് കൊടുത്തപ്പം നമ്മുടെ ഈ ബീച്ചിലൊക്കെ റൈഡ് കൊണ്ടുവന്ന് കുതിര അന്നേരം ആ വഴിക്ക് കൊണ്ടുപോയി. അങ്ങനെ അതും കണ്ട് ഈ മനുഷ്യൻ എന്താ ഈ കാണിക്കുന്നതെന്നറിയോ? ഈ മനുഷ്യൻ അല്ലേലുള്ളത് എവിടെ കണ്ടാലും അത്ര മേടിച്ച് പൂശിയിട്ട് കാറിനകത്ത് കയറിയിട്ട് അയ്യോ എനിക്ക് മനം മറിക്കുന്നേ, അയ്യോ എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നതെന്നും പറഞ്ഞ് അത് ജുവലിൻ്റെ ഡ്രസ്സിൽ തൂക്കുന്ന രംഗമാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഫുട്പാത്തിൽ കൂടി നടന്ന്. എന്തിനാണ് നടത്തിയത്? വേറൊന്നുമില്ല, അപ്പനും മോനും ഡൈകാസ്റ്റ് കാർ മേടിക്കാൻ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്തോ കട പൂട്ടിക്കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ അടുത്ത് വന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഒരു കപ്പലണ്ടിയൊക്കെ മേടിച്ച് കഴിച്ച്. അത് ഞങ്ങൾ പിന്നെ നേരെ വരുന്നത് നമ്മുടെ അഞ്ചാലുമൂടുള്ള വിഷ്ണുവേണ്ട കടവിൽ റെസ്റ്റോറൻറ്റ്. ഇത് ഞങ്ങളുടെ സ്ഥിരം കട കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. ഇവിടെ വന്ന് കഴിച്ചവർക്ക് അറിയാമല്ലോ ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അങ്ങനെ ഞങ്ങളൊരു മന്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഇച്ചാനാണ് ഏതനും ജുവലിനും എനിക്കും എല്ലാം വിളമ്പി തന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല നോർമൽ കുഴിമന്തിയായിരുന്നു മേടിച്ചത്. അങ്ങനെ നല്ല ഫുഡായിരുന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ ഫുഡിനെ പറ്റി, കഴിച്ചവർക്കറിയാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.